നമ്മുടെ ഭൂമിയിലെ കരയിലെ പ്രൗഢഗംഭീരമായ ഈ മൃഗം എത്ര എണ്ണം ഇവിടെ അവശേഷിക്കുന്നുവെന്നും അവ നേരിടുന്ന വെല്ലുവിളികളും ആവാസനഷ്ടവും മനുഷ്യനുമായുള്ള നിരന്തര സംഘർഷവും നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതാണ്. മൂന്നിനം ആനകളിൽ രണ്ടെണ്ണം എക്സ്റ്റിങ്ക്റ്റിന്റെ അഥവാ വംശനാശത്തിന്റെ വക്കിലാണ്. ഇപ്പോഴവ എക്സ്റ്റൻഡായി തുടരുന്നുണ്ടെങ്കിലും എണ്ണത്തിൽ വളരെ കുറവാണ്. ഏഷ്യൻ ആനകൾ നമുക്ക് 40,000-നും 50,000-നും ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ. ആഫ്രിക്കൻ വൈൽഡ് എലിഫന്റ് എന്ന് പറയുന്ന ഒരിനം ഈ ഭൂമിയിലാകെ 1.5 ലക്ഷമേ ഉള്ളൂ. പിന്നെ സാറ്റിസ്ഫൈ എന്ന് പറയാവുന്ന അതും അല്ല. എണ്ണമുള്ളത് ആഫ്രിക്കൻ ബുഷ് എലിഫന്റിനാണ് 2,65,000. ഇവ നശിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ എണ്ണം കുറയുമ്പോൾ കാടിന്റെ എഞ്ചിനീയർമാരാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. മറ്റു പല ജീവികളുടെയും ആവാസ വ്യവസ്ഥയുമായി ഈ ജീവികൾക്ക് ബന്ധമുണ്ട്. ഇവ നശിക്കുമ്പോൾ ഇരട്ട ഭീഷണിയാണ് നമുക്കുണ്ടാവുക. ഒന്ന്, കരയിലെ ഏറ്റവും വലിയ മൃഗം നശിക്കും. അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാട്ടിലെ മറ്റു മൃഗങ്ങളും നശിക്കും. അതെങ്ങനെയാണ് എന്നല്ലേ? ആനകൾ കാട്ടിലെ തണ്ണീർത്തടങ്ങൾ അവരുടെ കൊമ്പ് ഉപയോഗിച്ചുകൊണ്ട് കുഴിക്കും. പഠനപ്രകാരം പല തണ്ണീർത്തടങ്ങളും വറ്റാതെ നിലനിൽക്കുന്നത് ഈ ഒരു ആനയുടെ പ്രവൃത്തി കൊണ്ടാണ്. വേനൽക്കാലത്ത് വറ്റി വരണ്ടു പോകുന്ന ഇത്തരം കുഴികളിൽ വീണ്ടും അവ കുഴിക്കുന്നത് കൊണ്ട് വെള്ളമുണ്ടാകാനും മറ്റു മൃഗങ്ങൾ വെള്ളം കുടിക്കാനും കാരണമാകാറുണ്ട്. മറ്റൊരു കാര്യം, വലിയ ജീവികളായ ഇവർ കാടിലൂടെ നടക്കുന്നത് കൊണ്ട് പല മൃഗങ്ങൾക്കും അത് വഴിയായി മാറും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ കുഴിയോ കുണ്ടോ ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം പല മൃഗങ്ങളും അതിൽ വീഴാറുണ്ട്. അത് വഴിയായി രൂപാന്തരപ്പെടുത്തുന്നത് ആനകളാണ്. ഇങ്ങനെ പല വഴികളിലൂടെയും കാടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇവർ നിലനിർത്തുന്നത് കൊണ്ട് ആനകളെ ശാസ്ത്രജ്ഞന്മാർ കാടിന്റെ എഞ്ചിനീയർമാർ എന്നാണ് വിളിക്കുന്നത്.